ഓക്കെ, ഇനി അടുത്ത നിങ്ങൾക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4-നകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്കേഴ്സും ലോഡേഴ്സിനെ പറ്റിയിട്ടാണ്. ഇതിന് മുന്നത്തെ മൊഡ്യൂളിൽ നിങ്ങൾ കവർ ചെയ്തത് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് അസംബ്ലർ ഫീച്ചേഴ്സ് ആയിരുന്നു. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത പഠിക്കാനുള്ളത് എന്താണ്, മൊഡ്യൂൾ 4-ൽ ലിങ്കേഴ്സിനെ പറ്റിയും ലോഡേഴ്സിനെ പറ്റിയിട്ടുമാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുള്ളത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും മെയിനായിട്ട് നിങ്ങൾ അൽഗോരിതംസ് ആണ് നിങ്ങൾ പഠിച്ചത്. കാര്യം പാസ് 1 പാസ് 2 അൽഗോരിതം പോലെ തന്നെ ഇനി ഇതിനകത്തും ഈ ഒരു മൊഡ്യൂളിനകത്ത് നിങ്ങൾക്ക് കുറച്ച് അൽഗോരിതംസ് പഠിക്കാനുണ്ട്. അപ്പം എങ്ങനെയാണോ നിങ്ങൾ പാസ് 1 പാസ് 2 നിങ്ങളുടെ രീതിയിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഇനിയുള്ള അൽഗോരിതംസും അതുപോലെ തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. അൽഗോരിതംസ് എഴുതാനായിട്ട് തന്നെ ചോദിക്കും. ലോഡേഴ്സിൻ്റെ ആയാലും ലിങ്കേഴ്സിൻ്റെ ആയാലും വിത്ത് എക്സ്പ്ലെയിൻ വിത്ത് ആൻ അൽഗോരിതം എന്ന് തന്നെ ക്വസ്റ്റ്യനിൽ ചോദിക്കും. അപ്പം ലിങ്കറും ലോഡറും ബേസിക് ലോഡർ ഫങ്ഷൻസ്, അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണ്, അബ്സല്യൂട്ട് ലോഡറും ബൂട്ട്സ്ട്രാപ്പ് ലോഡറും അതിനുശേഷം റിലൊക്കേഷനും. ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്താണ് ലോഡേഴ്സ് എന്നാണ്. നിങ്ങൾ ഓൾറെഡി ലിങ്കേഴ്സിനെ പറ്റിയും ലോഡേഴ്സിനെ പറ്റിയും പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളുടെ മെമ്മറി, ഇപ്പോൾ ഉള്ള കമ്പ്യൂട്ടേഴ്സ് എല്ലാം മൾട്ടി പ്രോഗ്രാംഡ് മെമ്മറി ഉള്ള സിസ്റ്റംസ് ആണ്. ബിക്കോസ് ഒരു മെമ്മറിയിലൊക്കെ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാംസിനെ മെമ്മറിയിൽ അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് കോഡുകളിൽ തന്നെ എന്താണ്, മെമ്മറി ഫ്രീ ആവണമെന്നില്ല. എവിടെയാണോ മെമ്മറി ഫ്രീ ആവുന്നത് ആ സമയത്ത് എന്താണ്, ആ മെമ്മറി സ്പേസിലോട്ട് നമ്മളുടെ പ്രോഗ്രാമിനെ ലോഡ് ചെയ്തിട്ടായിരിക്കും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇപ്പം 00 എന്ന് പറയുന്നൊരു മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ ആ 00 ഫ്രീ ആവണമെന്നില്ല. എവിടെയാണോ മെമ്മറി ഫ്രീ, ആ ഫ്രീ ആവുന്ന ലൊക്കേഷനിലോട്ട് എന്ത് ചെയ്യും, നമ്മളുടെ പ്രോഗ്രാമിനെ ലോഡ് ചെയ്തിട്ടായിരിക്കും എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ബ്രിങ് ദ ഒബ്ജക്റ്റ് പ്രോഗ്രാം ഇൻടു മെമ്മറി ഫോർ എക്സിക്യൂഷൻ. എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഏത് മെമ്മറി സ്പേസ് ആണോ അവൈലബിൾ ആ മെമ്മറി സ്പേസിലോട്ട് ലോഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും, പ്രോഗ്രാമിനെ ലോഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും എക്സിക്യൂഷൻ നടത്തുന്നത്. റീലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റീലൊക്കേഷൻ സിമിലർ ആണ്. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന എന്താണ്, ഒബ്ജക്റ്റ് പ്രോഗ്രാമിലായിരിക്കത്തില്ല മെമ്മറി അവൈലബിൾ ആയിരിക്കുന്നത്. അതിന് ആദ്യം നമ്മൾ ഈ അവൈലബിൾ ആയിരിക്കുന്ന മെമ്മറി സ്പേസിലോട്ട് നമ്മളുടെ പ്രോഗ്രാമിനെ ലോഡ് ചെയ്തിട്ട് നമ്മളുടെ പ്രോഗ്രാമിലുള്ള അഡ്രസ്സിനെയെല്ലാം ആ കറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സിലോട്ട് റീലൊക്കേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ റിലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം 00-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ മെമ്മറി അവൈലബിൾ ആവുന്നത് 4000 ആണെന്ന് കരുതുക. അപ്പോൾ എന്താണ്, നമ്മൾ ജസ്റ്റ് ഈ 4000-ലോട്ട് നമ്മളുടെ മെമ്മറി നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പ്രോഗ്രാമിനെ ലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം എന്താണ്, ആ 00യ്ക്ക് പകരം അതിൻ്റെ കറസ്പോണ്ടിങ് 4000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലോട്ട് നമ്മളുടെ പ്രോഗ്രാമിനെ റീലൊക്കേറ്റ് ചെയ്ത് വെക്കുക. അതിനെയാണ് റീലൊക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ലിങ്കിങ്, ലോഡിങ് എന്താണ്, ജസ്റ്റ് ലോഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. റീലൊക്കേഷൻ എന്ത് ചെയ്യും, ലോഡ് ചെയ്യുകയും ചെയ്യും റീലൊക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ദെൻ ലിങ്കിങ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന ഒബ്ജക്റ്റ് പ്രോഗ്രാംസിനെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ഒബ്ജക്റ്റ് പ്രോഗ്രാമായിട്ട് മാറ്റിയിട്ടാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെയാണ് ലിങ്കിങ് എന്ന് പറയുന്നത്. ലിങ്കിങ് എന്തെല്ലാം ചെയ്യും, ലോഡിങ്ങും ചെയ്യും, റിലൊക്കേഷനും ചെയ്യും, ലിങ്കിങ്ങും ചെയ്യും. ക്ലിയർ ആയോ? ലോഡർ എന്ത് മാത്രമേ ചെയ്യത്തുള്ളൂ, കറസ്പോണ്ടിങ് ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റ് കോഡിനെ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്ത് വെക്കത്ത മാത്രമേ ഉള്ളൂ. റീലൊക്കേഷൻ ആണെങ്കിൽ നമ്മളുടെ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യുകയും ചെയ്യും, പ്ലസ് ആ കറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷനിലോട്ട് റീലൊക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ലിങ്കിങ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് പ്രോഗ്രാംസിനെ കമ്പൈൻ ചെയ്തൊരു സിംഗിൾ ഒബ്ജക്റ്റ് പ്രോഗ്രാമാക്കി മാറ്റിയിട്ടാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്തൊക്കെ ചെയ്യും, ലോഡിങ്ങും റീലൊക്കേഷനും ലിങ്കിങ്ങും പെർഫോം ചെയ്യും. ക്ലിയർ ആയോ? ഇനി നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് ഫസ്റ്റ് ലോഡേഴ്സിനെ പറ്റിയിട്ടാണ്. ബേസിക് ലോഡർ ഫങ്ഷൻസ്. ലോഡറിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്, എവിടെയാണോ മെമ്മറി അവൈലബിൾ ആയിരിക്കുന്നത് ആ മെമ്മറിയിലോട്ട് പ്രോഗ്രാമിനെ ലോഡ് ചെയ്യും ഫോർ എക്സിക്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ലോഡ് ചെയ്യും. നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത് ഒരു അബ്സല്യൂട്ട് ലോഡറിനെ പറ്റിയിട്ടാണ്. അബ്സല്യൂട്ട് ലോഡേഴ്സാണ് നമുക്ക് ഈ ഇതിനകത്ത്. ഒരു അബ്സല്യൂട്ട് ലോഡർ എന്ന് പറഞ്ഞാൽ ഒരു ലോഡറാണ്. ഇതിൻ്റെ മെയിൻ എന്താണ്, ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എവിടെയാണോ മെമ്മറി അവൈലബിൾ ആയിരിക്കുന്നത് ആ അവൈലബിൾ മെമ്മറിയിലോട്ട് ഒബ്ജക്റ്റ് പ്രോഗ്രാമിനെ ലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അബ്സല്യൂട്ട് ലോഡറിൻ്റെ ഫംഗ്ഷൻ. ഈ അബ്സല്യൂട്ട് ലോഡർ നമ്മൾ മെയിനായിട്ട് കാണുന്നത് SIC മെഷീൻസിലായിരിക്കും നമ്മൾ അബ്സല്യൂട്ട് ലോഡേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ അബ്സല്യൂട്ട് ലോഡേഴ്സിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് പ്രോഗ്രാമിനകത്ത് നമ്മൾ ഹെഡർ റെക്കോർഡ് ഉണ്ടാവും, ടെക്സ്റ്റ് റെക്കോർഡും ഉണ്ടാവും, എൻഡ് റെക്കോർഡും ഉണ്ടാവും. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഈ ഹെഡർ റെക്കോർഡ് ഓഫ് ഒബ്ജക്റ്റ് പ്രോഗ്രാം ഈസ് ചെക്ക്ഡ് ടു വെരിഫൈ ദാറ്റ്
കറക്റ്റ് പ്രോഗ്രാം ഹാസ് ബി പ്രസൻറ്റ് ഫോർ ലോഡിങ്. അതായത് ആദ്യം ഹെഡർ റെക്കോർഡ് നോക്കും. ഹെഡർ റെക്കോർഡിലാണല്ലോ നമ്മളുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഉള്ളത്. അപ്പം എന്താണ് സ്റ്റാർട്ടിങ് അഡ്രസ്സും എന്താണ് നമ്മളുടെ മെമ്മറി ലൊക്കേഷനിലായിട്ടുള്ളതും കറക്റ്റ് ആണോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും. അതിനുശേഷം എന്താണ് ടെക്സ്റ്റ് റെക്കോർഡ് റീഡ് ചെയ്യും. ടെക്സ്റ്റ് റെക്കോർഡ് റീഡ് ചെയ്യിച്ച് എന്താണ് ടെക്സ്റ്റ് റെക്കോർഡിലായിരിക്കും മൂവ് ടു ദ ഇൻഡിക്കേറ്റ് അഡ്രസ് ഇൻ മെമ്മറി. അതായത് ഏത് അഡ്രസ്സ് ഏത് മെമ്മറിയിലോട്ടാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടതെന്നുള്ളത് എന്താണ് ടെക്സ്റ്റ് റെക്കോർഡിൽ നിന്നായിരിക്കും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദെൻ എൻ്റെ റെക്കോർഡ് എൻകൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ റെക്കോർഡിലാണ് സ്റ്റാർട്ടിങ് അഡ്രസ്സ് പിന്നെയും സ്പെസിഫൈ ചെയ്യും. എൻ്റെ റെക്കോർഡ് എത്തുമ്പോൾ ആ സ്റ്റാർട്ടിങ് അഡ്രസ്സ് കിട്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ആദ്യം ഹെഡർ റെക്കോർഡ് റീഡ് ചെയ്യും. ഹെഡർ റെക്കോർഡിൽ നമ്മൾ എന്താണ് മെമ്മറി 000 അല്ലെങ്കിൽ 1000-ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം അതിൽ നിന്ന് എടുക്കും. ടെക്സ്റ്റ് റെക്കോർഡിൽ നിന്ന് ടെക്സ്റ്റ് റെക്കോർഡിലെ ഏത് കണ്ടൻസ് ഏത് മെമ്മറി ലൊക്കേഷനിലാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, 00-ലാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് ടെക്സ്റ്റ് റെക്കോർഡിൽ നിന്ന് നമുക്ക് കിട്ടും. അതിനുശേഷം എന്താണ് ഓരോ ടെക്സ്റ്റ് റെക്കോർഡിലുള്ള കണ്ടൻറ്റിനെയും അതിൻ്റെ കറസ്പോണ്ടിങ് എന്താണ് മെമ്മറിയിലോട്ട് ലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ റെക്കോർഡ് റീച്ച് ചെയ്യുമ്പം എൻ്റെ റെക്കോർഡിലായിരിക്കും ആക്ച്വൽ സ്റ്റാർട്ടിങ് അഡ്രസ്സ് കാണുന്ന സമയത്ത് അതിലോട്ട് ജമ്പ് ചെയ്തിട്ട് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ക്ലിയർ ആയോ? നമുക്ക് ഇതാണ് നമ്മളിതിനകത്ത് പറയുന്നത്. ഹെഡർ റെക്കോർഡുണ്ട്. കോപ്പി എന്ന് പറയുന്നത് പ്രോഗ്രാമിൻ്റെ നെയിം. ദെൻ നെക്സ്റ്റ് സ്റ്റാർട്ടിങ് അഡ്രസ്സ്. ഇതിനകത്ത് സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്താണ് 1000 എന്ന് പറയുന്നതാണ് സ്റ്റാർട്ടിങ് അഡ്രസ്സ്. ദെൻ പ്രോഗ്രാമിൻ്റെ ലെങ്ത് ഓഫ് ദ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് 1000 എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് അഡ്രസ്സിലോട്ടാണ് നമ്മളുടെ പ്രോഗ്രാമിനെ ലോഡ് ചെയ്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ് ഓരോ ടെക്സ്റ്റ് റെക്കോർഡ് നമ്മൾ റീഡ് ചെയ്തെടുക്കും. എന്നിട്ട് എന്താ 1000 എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് അഡ്രസ്സ്. ഫസ്റ്റ് ടെക്സ്റ്റ് റെക്കോർഡ് എന്താ 161033 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് എന്താണ് ഒബ്ജക്റ്റ് കോഡ്. അതിനകത്ത് 16 1000-ലോട്ട് ലോഡ് ചെയ്യും. 10 എന്താണ് 1001-ലോട്ട് ലോഡ് ചെയ്യും. ദെൻ 33 1002-ലോട്ട് ലോഡ് ചെയ്യും. ദെൻ 1003-ലോട്ട് 48 ലോഡ് ചെയ്യും. ദെൻ അങ്ങനെയായിരിക്കും എന്താണ് ടെക്സ്റ്റ് റെക്കോർഡിൽ ഓരോന്ന് എന്താണ് ജസ്റ്റ് പറക്കിയിടുന്ന ഫംഗ്ഷൻ മാത്രമേ ചെയ്യത്തുള്ളൂ. എവിടെയാണോ സ്റ്റാർട്ടിങ് അഡ്രസ്സ് നോക്കിയിട്ട് നമ്മളുടെ ടെക്സ്റ്റ് റെക്കോർഡിലുള്ള നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് കോഡിന് അതിൻ്റെ കറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷനിലോട്ട് നമ്മൾ പറക്കി ഇടുകയാണ് എന്താ ചെയ്യുന്നത് അബ്സല്യൂട്ട് ലോഡർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പം നമുക്ക് എന്താണ് സ്റ്റാർട്ടിങ് അഡ്രസ്സ് 1000 എന്ന് നമുക്ക് ഹെഡർ റെക്കോർഡിൽ നിന്ന് കിട്ടി. പ്രോഗ്രാമിൻ്റെ ലെങ്ത്ത് എന്താണ് 0107 എന്നാണ് പ്രോഗ്രാം ലെങ്ത് ഓഫ് ദ പ്രോഗ്രാം. അതിനുശേഷം എന്താ ഹെഡർ റെക്കോർഡ് നമ്മൾ ടെക്സ്റ്റ് റെക്കോർഡ് റീഡ് ചെയ്തു. ടെക്സ്റ്റ് റെക്കോർഡിനകത്ത് ആദ്യത്തെ എന്താണ് 1000 എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് അഡ്രസ്സാണ്. അതിനകത്തോട്ട് എന്താണ് ആദ്യത്തെ ഒബ്ജക്റ്റ് കോഡ് എന്താണ് 161033 എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഒബ്ജക്റ്റ് കോഡ്. അതിന് എന്ത് ചെയ്യും 16 ആദ്യം 1000-ലോട്ട് ലോഡ് ചെയ്യും. 10-നെ 1001-ലോട്ട് ലോഡ് ചെയ്യും. 33-നെ 1002-ലോട്ട് ലോഡ് ചെയ്യും. എന്നിട്ട് എന്താ 48-നെ 1004-ലോട്ട് ലോഡ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും ഓരോ ഒബ്ജക്റ്റ് കോഡിനെ എവിടം വരെ ലോഡ് ചെയ്യും എൻ്റെ റെക്കോർഡ് കാണുന്നത് വരെ എന്താണ് ടെക്സ്റ്റ് റെക്കോർഡിലെ ഓരോ ഒബ്ജക്റ്റ് കോഡുകളെയും അതിൻ്റെ കറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷനിലോട്ട് ലോഡ് ചെയ്തിടും. നെക്സ്റ്റ് എൻ്റെ റെക്കോർഡ് കാണുന്ന സമയത്ത് എന്താ എൻ്റെ റെക്കോർഡിൽ എന്താ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ടിങ് അഡ്രസ്സാണ്. കണ്ട 1000 എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് അഡ്രസ്സാണ് എൻ്റെ റെക്കോർഡിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് അവിടെ പോയി എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അതാണ് എന്ത് ചെയ്യുന്നത് അബ്സല്യൂട്ട് ലോഡർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? നമുക്ക് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 1000 എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ്. ഇനി നമ്മളുടെ ഒബ്ജക്റ്റ് കോഡുകൾ ഇതാണ്. 1000-ലോട്ട് നമ്മൾ എന്ത് ചെയ്യും ആദ്യം 14-നെ ലോഡ് ചെയ്യും. 1001-ലോട്ട് 10-നെ ലോഡ് ചെയ്യും. 1002-ലോട്ട് 33-നെ ലോഡ് ചെയ്യും. 1004-ലോട്ട് 40-നെ ലോഡ് ചെയ്യും. ദെൻ 1000 അങ്ങനെ എവിടം വരെ ലോഡ് ചെയ്യും 4B വരെ ലോഡ് ചെയ്യും. അതിനുശേഷം എന്താണ് 10110-ലോട്ട് 20-യെ ലോഡ് ചെയ്യും. 20-യെ ലോഡ് ചെയ്യും. ദെൻ 1000 എന്താണ് 11-ലോട്ട് 61-നെ ലോഡ് ചെയ്യും. 1001-2-ലോട്ട് 3C-നെ ലോഡ് ചെയ്യും. 1001-3-ലോട്ട് 10-നെ ലോഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് എന്താണ് ലോഡിങ് ഓപ്ഷൻ. അബ്സല്യൂട്ട് ലോഡർ ജസ്റ്റ് സ്റ്റാർട്ടിങ് അഡ്രസ്സ് കണ്ടുപിടിക്കും. ഓരോരോ ടെക്സ്റ്റ് റെക്കോർഡിലുള്ള ഒബ്ജക്റ്റ് കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലോട്ട് എന്താണ് ലൊക്കേഷൻ കൗണ്ടറിൽ ഇരിക്കുന്ന വാല്യൂയിലോട്ട് നമ്മളുടെ പ്രോഗ്രാമിനെ ലോഡ് ചെയ്ത് വെക്കുന്നതാണ് അബ്സല്യൂട്ട് ലോഡർ ചെയ്യുന്നത്. ആ സെയിം കാര്യമാണ് നമ്മൾ ഈ അൽഗോരിതത്തിൽ പറയുന്നത്. ആദ്യം ബിഗിൻ ചെയ്യും. എന്നിട്ട് ആദ്യം നമ്മൾ ഏത് റെക്കോർഡാണ് റീഡ് ചെയ്യുന്നത് ഹെഡർ റെക്കോർഡ് റീഡ് ചെയ്യും. ഹെഡർ റെക്കോർഡിൽ എന്ത് കാണും പ്രോഗ്രാമിൻ്റെ നെയിം കോപ്പി എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ടു. കോപ്പി എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ നെയിമും കാണും. ലെങ്ത് ഓഫ് ദ പ്രോഗ്രാമും കാണും. ദെൻ
അതിനുശേഷം ഹെഡർ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് ഇൻപുട്ട് റെക്കോർഡ് റീഡ് ചെയ്യും. ആ ഇൻപുട്ട് റെക്കോർഡ് നോട്ട് ഈക്വൽ ടു എൻഡ് ആണോ? അല്ല. ഏതാണ്? ടി ആണ്. അപ്പോൾ എന്ത് ചെയ്യും? നോട്ട് ഈക്വൽ ടു എൻഡ് ആവുന്നത് വരെ ഈ ലൂപ്പ് പെർഫോം ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്? നമ്മളുടെ ടി ആണ്. ടിയിൽ എന്ത് നമ്മൾ ചെയ്യുന്നത്? ഇഫ് ദ ഒബ്ജക്റ്റ് കോഡ് ഇൻ ക്യാരക്ടർ ഫോം, അതായത് നമ്മൾ റീഡ് ചെയ്യുന്നത് ക്യാരക്ടർ ഫോമിലായിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഹെക്സാഡെസിമൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ലോഡ് ചെയ്യുന്നത്. കാര്യം മെഷീൻ എന്ത് വാല്യൂ അറിയത്തുള്ളൂ? ഹെക്സ് വാല്യൂ അറിയത്തുള്ളൂ. നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ വാല്യൂൻ്റെ ഹെക്സ് വാല്യൂയിലോട്ട് കൺവേർഷൻ ചെയ്തിട്ടായിരിക്കും ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ നടത്തുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? മൂവ് ഒബ്ജക്റ്റ് കോഡിൻ്റെ സ്പെസിഫൈഡ് ലൊക്കേഷൻ ഇൻ മെമ്മറി ആ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് റെക്കോർഡിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷനിലോട്ട് ഓരോ ഒബ്ജക്റ്റ് കോഡിനെയും പറക്കി ഇടും. എന്നിട്ട് എന്ത് ചെയ്യും? എൻഡ് ചെയ്തിട്ട് ജമ്പ് ദ അഡ്രസ് സ്പെസിഫൈ ടു ദ എൻഡ് റെക്കോർഡിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യും. എൻഡ് റെക്കോർഡിൽ എന്ത് അഡ്രസ്സാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതാണ് എന്താണ് അബ്സല്യൂട്ട് ലോഡറിൻ്റെ അൽഗോരിതം. ക്ലിയർ ആയോ? അബ്സല്യൂട്ട് ലോഡറിൻ്റെ അൽഗോരിതം ക്ലിയർ ആയോ? നോക്ക്, ആദ്യം ഹെഡർ നിങ്ങൾക്ക് ഇത് വഴി പറഞ്ഞാൽ ആദ്യം ഹെഡർ റെക്കോർഡ് റീഡ് ചെയ്യും. ഹെഡർ റെക്കോർഡിൽ എന്തുണ്ടാവും? പ്രോഗ്രാമിൻ്റെ നെയിം കോപ്പി, അതിനുശേഷം എന്താണ്? പ്രോഗ്രാമിൻ്റെ അഡ്രസ്സ്, എന്നിട്ട് എന്താ? ലെങ്ത് ഓഫ് ദ പ്രോഗ്രാമോ ആയിരിക്കും അതിനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അടുത്ത ലൈൻ റീഡ് ചെയ്യും. അടുത്ത ലൈൻ എന്താണ്? എന്ത് റെക്കോർഡാണോ? അല്ല. അപ്പോൾ എന്താ? ടെക്സ്റ്റ് റെക്കോർഡാണ്. ടെക്സ്റ്റ് റെക്കോർഡിലുള്ള ഓരോ ഒബ്ജക്റ്റ് കോഡിനെ റീഡ് ചെയ്യും. അതിൻ്റെ ഹെക്സ് വാല്യൂവിനെ ആയിരിക്കും ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത്. എന്നിട്ട് എന്താ? ഈ 16 പകരമായിട്ടുള്ള ഹെക്സ് വാല്യൂവിനെ റീഡ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ കറസ്പോണ്ടിങ് എന്താണ്? മെമ്മറി ലൊക്കേഷനിലോട്ട് ലോഡ് ചെയ്യും. എന്നിട്ട് ഇത് എവിടം വരെ ചെയ്യും? എൻഡ് റെക്കോർഡ് കാണുന്നത് വരെ ഈ ലൂപ്പ് പെർഫോം ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് എന്താ? എൻഡ് റെക്കോർഡ് കാണുന്ന സമയത്ത് എൻഡ് റെക്കോർഡിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യും. എൻഡ് റെക്കോർഡിൽ എന്ത് അഡ്രസ്സാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ആ അഡ്രസ്സിലോട്ട് പോയി എക്സിക്യൂഷൻ പിന്നെയും എന്താണ്? സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു ടൈപ്പ് ഓഫ് അൽഗോരിതമാണ് എന്താ? അബ്സല്യൂട്ട് അൽഗോരിതം. അബ്സല്യൂട്ട് ലോഡറിൻ്റെ അൽഗോരിതം സഹിതം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ചോദിക്കുക. അപ്പം ആബ്സല്യൂട്ട് ലോഡർ എപ്പോഴും ഈവൻ ഈ കഴിഞ്ഞ സപ്ലിമെൻ്ററിയിലും 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങോട്ട് ചോദിച്ചതാണ് അബ്സല്യൂട്ട് ലോഡർ. അപ്പം അതാണ് അബ്സല്യൂട്ട് ലോഡറിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് അടുത്തൊരു ലോഡറാണ് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.